എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത് കൊച്ചു കുട്ടികൾക്കും പെട്ടെന്ന് നമുക്കൊരു കറിയില്ല, അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി വേണം, ഒഴിച്ച് കറി വേണം, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. ഒരു സുഖമില്ലാണ്ടായി നമുക്ക് ചോറുണ്ടാക്കി വെച്ചു കഴിക്കാം, ഇന്നത്തെ ഒരു കറിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് തൈര് അല്ലെങ്കിൽ മോര്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കടുക്, മുളക്, അങ്ങനെയുള്ള സാധനങ്ങൾ മതി. നമുക്ക് വീട്ടിൽ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ചൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു, ചട്ടി ചൂടാവട്ടെ കേട്ടോ. അതിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് എടുക്കാനാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ 2 ഉള്ളിമുളകും ചേർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറണം. കുറച്ച് കടുകിടുക, കുറച്ച് ഉലുവ ഇടുക, ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയുടെ അരിഞ്ഞിട്ടാലും മതി. ഇതിപ്പോൾ എനിക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ ഇരിക്കുന്ന കാരണം ഞാനങ്ങനെ ഇട്ടുന്നുള്ളൂ. എന്നിട്ട് പച്ചമുളക്, കറിവേപ്പില മുളക് വേണ്ടി വന്നു കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ തൈര് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. മോര് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളയ്ക്കരുത്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് പഞ്ചസാര, ഇട്ട് കഴിഞ്ഞാൽ തിളയ്ക്കണ്ട, പതഞ്ഞ് വന്നാൽ മതി. നമുക്ക് നല്ല ടേസ്റ്റുള്ളത്, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത്തിരി ഉലുവാപ്പൊടിയും കൂടി ഇടാൻ വേണ്ടി, ഉലുവാപ്പൊടി ഇട്ടാലും നല്ലതാണ്. കുറച്ച് ഉലുവാപ്പൊടി ഇടുക, കുറച്ചുകൂടി. നമുക്ക് ഒരു ഒഴിച്ചുകറി, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒഴിച്ചുകറിയാണ് കേട്ടത്. നമുക്ക് ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് വയ്യാണ്ടിരിക്കുകയാണ്, ഒരു കറിയില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വന്നു, ചോറ് വെച്ചിട്ടുണ്ട്, കറിയില്ല, അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കാം. പിന്നെ ഇത് എല്ലാവരും ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ 2 പപ്പടമോ ഒക്കെ മതി നമുക്ക് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് ഉണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.